ഇന്ന് നിങ്ങൾക്കായി ഞാൻ വളരെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്ന ഒരാളാണ്. ആൻഡ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പിക്കറ്റ് 43 എന്ന ലേറ്റസ്റ്റ് ആർമി മൂവിയിലൂടെ again he has proved that he is a pearl, he is a gem of Malayalam movie industry. So join me in welcoming none other than the legendary Major Ravi. Welcome to our show, sir. Thank you. So sir, Picket 43 movie ഇറങ്ങി എല്ലാവരും they are giving tremendous reviews for this movie. എല്ലാവരും കണ്ടവർ എല്ലാവരും കരഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്, മുഖമൊക്കെ പൊത്തി ഇറങ്ങി വരണം എന്ന് പറയുന്ന ഒരു ഇതാണ്. So what were the reviews that you got so far? അത് എനിക്ക് തോന്നുന്നത് ജനങ്ങളത് കരഞ്ഞുകൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തൊരു നന്മയുള്ളത്, അതിനെ നമ്മൾ ഒരു സിനിമയിൽ കൂടെ നമ്മൾ പലതും മറന്നു പോകുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്. കാരണം പലരും ജീവിതത്തിൽ തിരക്ക് പിടിച്ച സമയത്ത് അമ്മയെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മളെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന അമ്മയുടെ ആ ഒരു ഡെഡിക്കേഷൻ ടുവേഴ്സ് എ ചിൽഡ്രൻ, അങ്ങനൊരു സിനിമ കാണുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാനിത് ഓർത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് മനുഷ്യൻ്റെ മെറ്റബോളിസമാണത്. സോ സിമിലർലി ഇന്നിപ്പോൾ ഈ സിനിമ കണ്ട് ഇറങ്ങി വരുന്നവർ എന്നുള്ളതല്ല, ഞാൻ ആ 30 മിനിറ്റ് ഞാൻ പലപ്പോഴും തിയേറ്ററിൻ്റെ പിറകിൽ നിന്നിട്ട് കാണുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലരും കണ്ണിങ്ങനെ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സുഹൃത്തുക്കളുടെ ബന്ധമാണ്. പക്ഷേ ആ സുഹൃത്തുക്കളെന്ന് പറയുന്നത് ഞാൻ അവരെ സുഹൃത്തുക്കളാക്കിയത് നമ്മൾ വിളിക്കുന്ന ശത്രുക്കളെയാണ്. ഇന്ത്യക്കാരൻ പട്ടാളക്കാരനും പാകിസ്ഥാൻ പട്ടാളക്കാരനും ജനറലി നമ്മൾ പറയുന്നത് ശത്രു എന്നുള്ളതാണ്. പക്ഷെ ആ 2 പേരെ ഞാൻ സുഹൃത്തുക്കളാക്കി കാണിച്ച സമയത്താണ് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിനകത്തുള്ള സ്നേഹം, ആ നന്മ അവർ റിയലൈസ് ചെയ്യാണ് ഇങ്ങനെയും ആവാം അല്ലേ ഒരു കമ്പിവേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട്. അത് കാണുന്ന സമയത്താണ് ആ മനസ്സ് വീങ്ങിപ്പൊട്ടുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഒരു സിറ്റുവേഷനിൽ ആഗ്രഹിച്ചു പോയി മുഷഫ് മരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുഷഫ് ആരാണ്? പാകിസ്ഥാനി പട്ടാളക്കാരാണ്. സോ അത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അതാണ് ആ വിജയം, സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അതിനകത്ത് ആക്ച്വലി വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലുള്ള നന്മയെ ഞാനൊന്ന് ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലായി, പീപ്പിൾ ഹാവ് ഗോട്ട് ഗുഡ് ഹാർട്ട്, വി ഹാവ് ടു നർച്ചർ ഇറ്റ്. അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം വരും എന്നുള്ളത്. അതാണ് ആ സിനിമയുടെ ഒരു വിജയം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മളിപ്പോൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന മീഡിയ ആയാലും ശരിക്കും നമ്മളിപ്പോൾ കാണുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ആ റൈവൽറിയാണ്, അല്ലാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആരും ആലോചിക്കുന്ന പോലും ഇല്ല അങ്ങനെ ഒരു പോസിബിലിറ്റി ആണെന്ന്. ബിക്കോസ് ഈ റൈവൽറി എന്ന് പറയുന്നത് നിങ്ങളറിയാത്തൊരു ഫീലാണ് ഞാൻ കാണിച്ചത്. ബോർഡർ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ, ബോർഡറിനകത്ത് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് പലർക്കും അറിയില്ല എന്താണെന്ന്. അതിനകത്ത് ജനറലി ജനീവ കൺവെൻഷൻ അതൊന്നുമില്ല. കാരണം അത് ബോർഡറല്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഉള്ള ഒരു ഭാഗ്യകരോ അതോ നിർഭാഗ്യകരമോ ആയിട്ടുള്ള ഒരു രേഖയാണ്. അപ്പോൾ ആ രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. പാകിസ്ഥാനിക്ക് തോന്നുകയാണെങ്കിൽ വെടിവെക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ശീലമാണ്. പക്ഷെ ഇന്ത്യക്കാരെന്നും നമ്മൾ സമന്വയത്വം പാലിച്ചിട്ടുണ്ട്. ബിക്കോസ് അവർ വെടിവെച്ചാലും വി നെവർ റിറ്റാലിയേറ്റ്, കീപ് കൂൾ. അപ്പം അതിനകത്ത് ഈ 2 പട്ടാളക്കാരുടെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ എന്നും ആഗ്രഹിക്കുന്നതാണ് ഒരു യുദ്ധം വരരുതേ. ബിക്കോസ് അവൻ്റെ സ്റ്റോർ റൂമിൽ കിടക്കുന്ന ആ ശവപ്പെട്ടി അവനറിയാം ചിലപ്പോൾ അതിൽ ഞാനായിരിക്കും ആദ്യം പോകുന്നു എന്നുള്ളത്. പക്ഷേ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവൻ ആ ശവപ്പെട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഹി വിൽ ഗോ ആൻഡ് ഫൈറ്റ് ഫോർ ദ കൺട്രി. ദാറ്റ്സ് ഇസ് 2 സൈഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. യുദ്ധം എന്നുള്ളത് അങ്ങ് ഡിക്ലെയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഷൂസും ബുള്ളറ്റ് പ്രൂഫും ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ദെൻ ഹി ഡസൻ ബോദർ ഫോർ എനിത്തിങ്. എത്ര ശവപ്പെട്ടിയുണ്ട്, എത്ര എണ്ണം പോകുന്നുണ്ട്, എത്ര ആൾക്കാർ പോകുന്നു, ഈസ് നോട്ട് ബോദർഡ്. ദെൻ ഹി ഈസ് നോട്ട് ബോദർഡ് അബൌട്ട് ഹിസ് ഫാമിലി, ഓൺ ഫാമിലി. Then he is bothered about only one family, that's Indian, that is the family. He become a large man. His, he himself start thinking that ഞാൻ വലിയൊരു മനുഷ്യനാണ്, ഞാനാണത് രക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു അഭിമാനത്തിൽ ഇവനങ്ങ് പോവാണ്. പലരും മരിച്ചിട്ട് വരും, പലരും മരിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ഹീറോസ് ഇഷ്ടം പോലെയുണ്ട്. സോ അതാണ് ഞാൻ കാണിച്ചത്. 8 മാസം ഒറ്റയ്ക്ക് 2 പേരിങ്ങനെ താമസിക്കുന്ന സമയത്ത് ആരോട് സംസാരിക്കും? മൊബൈൽ ഫോണില്ല. ടെലിഫോൺ ലൈൻ കിട്ടുന്നത് 3 ദിവസത്തിൽ 4 പ്രാവശ്യം അത് കട്ടായിപ്പോയിക്കൊണ്ടിരിക്കും. പിന്നെ കത്ത് വരുന്നത് 20 ദിവസം 30 ദിവസം കഴിഞ്ഞിട്ടാണ് കത്ത് വരുന്നത്. ഇങ്ങനൊരു പട്ടാളക്കാരനെ അവൻ ആരോടെ സംസാരിക്കുക? അപ്പം തല്ലൂടാനാണെങ്കിൽ ശരി, അവരൊന്നങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് നോക്കുകയാണ്. അപ്പം നോക്കുന്ന സമയത്ത് ഇവരുടെ കാര്യങ്ങൾ ഇവരിങ്ങനെ ഫ്രണ്ട്ലി ആവുന്നത് അവിടെ ഇരുന്ന് തിയേറ്ററിലെ ആൾക്കാർ ചിരിക്കുന്നതാണ്.
അത് സ്വാഭാവികമാണ്. പൃഥ്വിരാജ് എന്നുള്ള ആ ക്യാരക്ടർ ആദ്യം ഇവനെ കോൺഫ്രണ്ട് ചെയ്യാൻ നിൽക്കുന്നത് തന്നെ ആ തലേ ദിവസം രാത്രി മോഹൻമാർ അവിടെ പാട്ടിൻ്റെ മുകളിൽ നടന്ന ശബ്ദത്തിൻ്റെ മുകളിലാണ് ഇവർ വഴക്ക് തുടങ്ങുന്നത്. പിന്നെ അന്ന് രാത്രി ഒരു വെടിവെപ്പ് നടന്നു. അപ്പോൾ ഇവനത് ചോദിച്ചു അടങ്ങുമെന്ന് പറഞ്ഞ് ആദ്യം AK-47 എടുത്തിട്ട് പോകും. പിന്നെ അവൻ പറഞ്ഞ് ചോദിക്കും, ഇല്ലല്ലോ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, എല്ലാ സാധനവും എടുത്തിട്ടാണ് വെച്ചിട്ടൊന്ന് പേടിപ്പിച്ചിട്ടാവാന്നതിനാണ് ഈസ് തിങ്കിങ് ഓൾ ദ തിങ്സ് എന്ന് വെച്ചിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ രാജു പറയുന്നുണ്ടല്ലോ, എന്താ ഇതൊക്കെ വിൽക്കാൻ, അവൻ വന്ന വഴിക്ക് ചോദിക്കുന്നതെല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് കൂളായിട്ട് ഇതെന്ത് കാലത്ത് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സോ വെൻ ഈസ് ആസ്കിങ്, രാജു വിൽക്കാനാ, ഇത് വേണ്ട, AK-47, LMG, പിന്നെ ഗ്രനേഡ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബക്കാടി, അങ്ങനെ ഒരു പട്ടി, ഞങ്ങൾ 4 പേരുണ്ട് ഇപ്പം എന്ന് പറയുന്ന സമയത്ത് അത് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് വെച്ചിട്ട് കീച്ചൻ കീച്ചലുണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്തെ പാകിസ്ഥാനി അവനൊന്നും മനസ്സിലായില്ല ഈ മലയാളം എന്താണെന്നുള്ളത്. അപ്പം മനസ്സിലായി നീ തല്ലൂടാണ് മൂഡിലാണെന്ന്. then he goes back. when he goes back and comes back, തിരിച്ചും കൂടി വരുന്നതാണ്. ഇവൻ ഇവിടെ രാജു ഇവിടെ വെച്ചിരിക്കുന്ന വെപ്പനേക്കാൾ 2 ഇരട്ടി സാധനങ്ങളും കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞ് ഒരു മിനിറ്റ് കുറച്ചുകൂടെ കൊണ്ടുവരണ്ട്, അത് കുറച്ചുകൂടെ കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോൾ എന്നിട്ട് ഇവൻ പറയണം ശരി ഞാൻ റെഡി, എൻ്റെയും ഷോപ്പ് തുറന്നു വെച്ചു ഇനി പറയാമെന്ന്. അപ്പോഴാണ് രാജു കൂളായിട്ട് ഹെൽമെറ്റ് എടുത്ത്, അല്ല അതിപ്പം നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന കാര്യം, ദിസ് ഇസ് നാച്ചുറൽ. അതായത് ആ ഒരു സാധാരണ പേടിയുള്ള ഒരു പട്ടാളക്കാരനായിട്ടാണ് അത് രാജു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് അതിനനുസരിച്ച് കോമ്പറ്റീഷനായിട്ട് ജാവേദ് ജാഫ്രിയും ചെയ്തിട്ടുണ്ട്. then they become end of it. ആ വഴക്കിൻ്റെ എൻഡിൽ രാജു ചോദിക്കുന്നതാണ് നിന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. അതിന് നമ്മൾ പ്രസന്റിലേക്ക് കട്ട് ചെയ്യണം. ഇവൻ രാജു തന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് മുഷഫ് എന്ന് പറഞ്ഞ്. മുഷഫിനെ വിളിക്കുന്ന എന്തിനാണെന്നുള്ള ഓഡിയൻസിന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്തു. ബിക്കോസ് ഈ മുഷഫും രാജുവും കൂടെ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലെത്തി, എൻ്റെ രാജ്യത്തിൽ നിന്ന് നിന്റെ രാജ്യത്തിലേക്ക് ഒരാളെ ഈ പിക്കറ്റ് കൂടെ നുഴഞ്ഞു കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള മുഷഫ് പ്രോമിസ് ചെയ്യുന്ന നമ്മൾ ലാസ്റ്റാണ് റിവീൽ ചെയ്യുന്നത്. അതാണ് ഈ രാജു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇന്നലെ പറഞ്ഞതാണത്, ഇന്നിപ്പോൾ എന്താ നീ എന്താ എനിക്ക് സപ്പോർട്ട് വരാത്തത്? നീ ആദ്യം സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പം എന്താ ഉണ്ടായിരിക്കുന്നത്? ആ മിണ്ടാതിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അതിന് ശേഷമാണ് റിവീൽ ചെയ്യുന്നത്. ബിക്കോസ് ഹി വാസ് ബാഡ്ലി ഇൻഷുർഡ്. അപ്പോഴാണ് ഓഡിയൻസ് മനസ്സിൽ വിചാരിക്കുന്നത് രാജുവിൻ്റെ ഈ സങ്കടമൊക്കെ കണ്ടിട്ടുണ്ട്. രാജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒറ്റയ്ക്ക്, പക്ഷേ മർമ്മജാനാന്ന് പറയും, മർമ്മച്ചനം മരിച്ചു പോരുതെന്ന്. അത് മനസ്സ് തട്ടിയിട്ടുള്ള പറച്ചിലാണ്. രാജുവിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനസ്സൊന്ന് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് പറയാം നീ മരിക്കരുതെന്ന്. ആരോടായി പറയുന്നത്? നിങ്ങൾ വിളിക്കുന്ന ശത്രു എന്നുള്ള ആളോട്. അവിടെയാണ് ഈ ഓഡിയൻസിൻ്റെ കണ്ണ് നിറയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് വി ആർ നോർമൽ ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്. നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണ്, നന്മയുണ്ട് അതിനകത്ത്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു അയ്യോ പാവം ആ മുഷഫ് മരിക്കരുത്. ആരാണത്? ഈ പാകിസ്ഥാനിയാണത്. സോ അങ്ങനെ നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന സമയത്ത് അതിനകത്തുള്ള പുതുമ ഫൈൻ. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്ന ഈ കഥ എഴുതിയിട്ട് ഞാനത് ചെയ്യുന്ന സമയത്ത് 2 ആർട്ടിസ്റ്റാണ് അതിനകത്ത്. ഈ 2 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ ഈ 1.25 മണിക്കൂർ പടം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളത് പല ടെക്നീഷ്യൻസ് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അനൂപേനൊക്കെ വിളിച്ചിട്ട് അതാണ് പറഞ്ഞത്, ചേട്ടാ ഈ 2 ആളെന്ന് പറയുമ്പോൾ ഞാൻ ആകെ അന്തപ്പെട്ടത് എങ്ങനെയാണത് കൊണ്ടുപോകുന്നത്. അനൂപ് വിളിച്ചിട്ട് അവൻ ചോക്കിംഗ് ആയിട്ടാണ് പറയുന്നത്, ചേട്ടാ അമേസിംഗ്ലി ഡൺ ഫിലിം. അപ്പം ഞാൻ തമാശക്ക് ഇപ്പോൾ മനസ്സിലായോ കുറച്ച് ഡയറക്ഷൻ പഠിച്ചു ഞാൻ അല്ലേ. സോ എനിവേ ജോക്സ് അപ്പാർട്ട്, വി ഓൾ എൻജോയ്ഡ് ദ സക്സസ് ഓഫ് ഇറ്റ്. എൻഡ് ഓഫ് ദ ഡേ വി നോ ദ ഹൗ മച്ച് എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പടം ചെയ്യാൻ. ആ മഞ്ഞിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ -25 ഡിഗ്രി, ദെൻ 4 അടി ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കയറുമ്പോൾ ഇതിങ്ങനെ അടിയിൽ കുഴിയാണോ ലെവലാണോ ഒന്നും അറിയില്ല. സോ അതിനകത്തൊക്കെ ആക്ഷൻ ചെയ്യുന്ന പൃഥ്വിരാജ് ഈ മഞ്ഞിൻ്റെ അടിയിൽ കുഴിയാണോന്ന് അറിയാതെയാണ് ഈ ഓടുന്നത്. കല്ലുണ്ടോ മുട്ടിയുണ്ടോ ഇതൊന്നും നോക്കാതെ ഷോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അലിക്കങ്ങ് ഓടിയും കയറുകയാണ്. സോ ഇറ്റ്സ് ഈ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ഓഫ് ദ എൻറ്റയർ ക്രൂ, ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും. അതാണ് ഒരു പടത്തിൻ്റെ വിജയം. അതിനകത്ത് ഈ ശത്രുവിനെയാണ് നമ്മളെ മിത്രമായിട്ട് നമ്മളറിയാതെ വിളിച്ചു പോകാൻ. പലരും എനിക്ക് മെസ്സേജ് അയച്ചു, സർ ആദ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ ഐ ഹേറ്റ് പാകിസ്ഥാൻ. അത് ചെറുപ്പക്കാരുടെ ഒരു വികാരമാണത്, നമ്മുടെ രാജ്യസ്നേഹമുള്ളവർ. അപ്പം അവർ പറയുന്ന ആദ്യമായിട്ടൊരു പാകിസ്ഥാനിനെ ഇഷ്ടപ്പെട്ടു സർ, അവൻ മരിക്കരുതെന്ന് ആഗ്രഹിച്ചു. ഐ തിങ്ക് ദാറ്റ് ഇസ് എ സക്സസ് ഓഫ് ദ ഫിലിം. ഈ മൂവിയിൽ പറയുന്ന ഒരു തീം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മളൊരു പാകിസ്ഥാൻ, ഈവൻ ഇഫ് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ പാകിസ്ഥാൻകാരൻ എന്ന് പറയുന്നതിലും അപ്പുറം ഇറ്റ്സ് അബൌട്ട് എ പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസർ. ഇപ്പോൾ നമ്മൾ മിലിറ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീസെ ഇന്ത്യൻ മിലിറ്ററി പോലെയല്ല, പാകിസ്ഥാൻ മിലിറ്ററി ദേ ദെംസെൽവ് സപ്പോർട്ട് താലിബാൻ ആൻഡ് ഈവൻ പാകിസ്ഥാൻ ഗവൺമെൻറ് സപ്പോർട്ട് താലിബാൻ. അപ്പം നമ്മൾ അവരെ ഒരു റൈവലായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു ഓഫീസറിനെ അതിനെയാണ് ഞാൻ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ ലാസ്റ്റിൽ. മിലിറ്റൻസി എന്ന് പറയുന്നത് അതിന് റിലീജിയൻ ഇല്ല. അതാണ് ഇപ്രാവശ്യം മേജർ രവി പറഞ്ഞിരിക്കുന്നത്.
മേജർ രവിയെ പലരും ഇവിടെ ഇതിനു മുന്നേ ചില .comകാരെല്ലാം ഞാൻ ഇന്ത്യയിലെ മുസ്ലിംസിനെ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം നമ്മൾ പറയാത്തതെന്ന് നമ്മൾ വിചാരിക്കുക. എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക. ഇന്ത്യൻ സ്പിരിറ്റുള്ളവർ അതിന് കാസ്റ്റും ക്രീഡൊന്നുമില്ല. നമ്മൾ ചങ്കൂറ്റത്തിൽ ഞാനൊരു ഇന്ത്യനാണെന്ന് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് നിൻ്റെ പേരെന്താണെന്നുള്ളത്. ഓക്കെ, whether you are a Hindu or a Muslim or a Christian, I am not bothered. The moment you say that, sir, my flag, I will not allow this thing to touch the ground, എന്ന് പറയുന്ന സമയത്ത് അവന് വേണ്ടി നമ്മൾ മരിക്കും. അതാണ് എൻ്റെ വികാരം. അപ്പോൾ ഈ കോൺട്രവേഴ്സിക്ക് വരുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള പടമാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ പടം ഇറങ്ങിയ സമയത്ത് അതിനകത്ത് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാനി അടക്കം മിലിറ്റൻസിനെ സഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് പാകിസ്ഥാനിലെ താലിബാൻ കാരണം അവർ ലോക്കൽസ് സഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചു കാണാം. ആ സ്കൂൾ കുട്ടികളെ പോയിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു കൊടുക്കുന്നു. അപ്പം മിലിറ്റൻസി ഹാസ് ഗോട്ട് നോ കൺട്രി ഓർ കാസ്റ്റ്, നോ റിലീജിയൻ. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വയ്ക്കുക. ആ മനുഷ്യന്മാരെന്ന് പറയുന്നവരെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ദ ഹോൾ വേൾഡ് ഹാസ് ടു ബി യുണൈറ്റഡ്. നമ്മൾ ഈ ലോകം മുഴുവൻ അങ്ങ് യുണൈറ്റഡ് ആയിട്ട് ഇവരെ നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ളത്. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന്. മുഷറഫ് പറയുന്നുണ്ട്, എൻ്റെ അനിയനും ജിഹാദ് എന്നും പറഞ്ഞിട്ട് വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോയി, തിരിച്ചു വന്ന ഡെഡ് ബോഡി ആയിട്ട്. അത് വന്ന സമയത്ത് 11 ബുള്ളറ്റ് ഉണ്ടായിരുന്നു നിന്റെ പട്ടാളക്കാരുടെ. അതായത് ഇന്ത്യൻ പട്ടാളക്കാരെ കാശ്മീരിൽ നിന്നാണ് കൊന്നിട്ട് പോയിരിക്കാൻ. അവനതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അവൻ പറയുന്നത് അവിടെ വന്നപ്പോൾ എൻ്റെ ഉമ്മ അടക്കം പറഞ്ഞു, ലോകത്തിലെ സമാധാനം ഒരു യഥാർത്ഥ മുസൽമാനും ലോകത്തിൻ്റെ സമാധാനം കെടുത്താൻ വേണ്ടി ശ്രമിക്കില്ല. അങ്ങനെ വല്ലതും ശ്രമിച്ചാൽ അവൻ്റെ ഗതി ഇത് തന്നെയാവും എന്ന് പറഞ്ഞിട്ട് ഒരിറ്റ് കണ്ണീര് വീഴ്ത്തിയില്ല എന്നുള്ളത് മുഷറഫ് പറയുന്ന സമയത്ത് വെർ ഇസ് എനിമിറ്റി, എവറിബഡി ഈസ് സഫറിങ്. അതാണ് മേജർ രവി ഇതിനകത്തൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. എവറി വൺ ഈസ് സഫറിങ് ബിക്കോസ് ഓഫ് ദ ബാഡ് നെഗറ്റീവ് ഫോഴ്സസ്. അത് നമ്മുടെ രാജ്യത്തുമുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, എവ്രിവെയർ ഇറ്റ് ഈസ്. സോ കീപ് ദം സെപ്പറേറ്റ്, ഐസൊലേറ്റഡ്. ലെറ്റ് us be always be patriotic and united and lead for peace. ഒരു സമാധാനത്തിലോട്ട് നമുക്ക് നീങ്ങിപ്പോവാം. ഇതാണ് എൻ്റെ ആശയവും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഐ സേ ദാറ്റ് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറിക്കാണും, നമുക്ക് ഇങ്ങനെയും ആലോചിച്ചൂടെ എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് പിക്കറ്റ് 43 എന്നുള്ളത്. ഡിഫറെൻറ്റ് കൺട്രീസിലെ ആളുകളെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മീഡിയ, ഇപ്പോൾ മൂവീസ് അല്ലെങ്കിൽ പാട്ട്. ഇപ്പോൾ ഈ മൂവി തന്നെ ആ റേഡിയോ വരുമ്പോൾ പാട്ടാണ് അവർ രണ്ടുപേരെ ആദ്യമായിട്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാണും. സഡൻലി അവൻ കൂളായിട്ടിരുന്ന അവൻ്റെ റേഡിയോയിൽ പാട്ട് വരുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആള് ഇന്നിവരെ ശബ്ദം കേട്ടിട്ടില്ല. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്നത് ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ശബ്ദം ഉറക്കെ വിളിച്ചു പറയണം, ഊഞ്ചാറക്കുമെന്ന്. അവൻ ബക്കാടിയോട് ചോദിക്കണം, ബക്കാടി ഞാൻ പറഞ്ഞില്ല ഇവനെന്തോ പ്രശ്നം, ബിക്കോസ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ബിലീവ് ഇറ്റ്. എന്നിട്ട് അവൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് വോളിയം കുറച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വോളിയം കൂട്ടാൻ പറഞ്ഞു, നീ എന്തിനാ കുറച്ചെന്ന് വെച്ചു. അപ്പോൾ ഇവൻ ഇപ്പുറത്ത് പറയുന്നത്, മുഹമ്മദ് റാഫി ഇന്ത്യക്കാരനാടാ, അവൻ്റെ പാട്ട് നീ അങ്ങനെ കേൾക്കണ്ട ഫ്രീ ആയിട്ട്. അപ്പം അപ്പുറത്തുനിന്ന് അവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പാട്ടിനും സംഗീതത്തിനും കലയ്ക്കും എന്ത് ബോർഡേഴ്സ്, അത് കാറ്റിലിങ്ങനെ പറക്കുന്നതല്ലേ, കമ്പിവേലിക്കുള്ള കൂടി അവൻ കയറി വരും. സോ അതിനങ്ങനെ ഒരു മറയില്ലെങ്കിൽ, അതിന് വിസയും ഇതൊന്നും വേണ്ട, എമിഗ്രേഷൻ ഇല്ല. ഒരു പാട്ടിന് എമിഗ്രേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ പാടിയിട്ടുള്ള ആളുടെ പാട്ട് നമ്മൾ അവിടെയും കേൾക്കും. അത് ഈ ബോർഡർ കിടന്നിട്ടല്ലേ പോകുന്നത്. സോ അത് തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുക. അവൻ പറയുന്നത് കമ്പിവേലിക്കൊക്കെ അപ്പുറത്ത് ഈ പാട്ട് ഇങ്ങനെ പൊയ്ക്കോട്ടെ, അതിനെ വിട്ടേക്ക്, അതിനകത്ത് പിശു കാണിക്കണത്. അപ്പോഴാണ് അവൻ പറയുന്നത് പിശുക്കനല്ല അപ്പനാടാന്ന് പറയുന്നത്. പെട്ടെന്ന് പട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുമ്പിലിരിക്കുന്ന ബക്കാടിയുടെ റിയാക്ഷനും തിരിച്ച് നിന്നല്ല. It's all spontaneous, normal scenes, but it all gave a very lighter moment, and then we took it to the higher level of the heaviness. അതാണ് ആ ലാസ്റ്റ് 40 മിനിറ്റ്സ് തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് ആൾക്കാരിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ആ റോളിംഗ് ടൈറ്റിലിൻ്റെ അവിടെ നിന്ന് രാജുവിൻ്റെ ശബ്ദം കഴിഞ്ഞിട്ട് ലാൽ സാറിൻ്റെ ശബ്ദം വരുന്നുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നാൽ റോളിംഗ് ടൈറ്റിൽ ആ രാജു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആൾക്കാരെ എഴുന്നേക്കുമെന്ന്. ഒറ്റ മനുഷ്യർ എഴുന്നേക്കുന്നില്ല. എന്നിട്ട് ചിലർ പറഞ്ഞു, സർ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഈ പടപ്പം തീരരുതേ എന്നുള്ള. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സക്സസ് ഓഫ് ദ ഫിലിം. ദെൻ വെൻ ലാൽ സർ സേസ്, ആ വാക്കെന്ന് പറയുന്നത് മനസ്സെന്ന് എഴുതിയിട്ടാണ്. കാരണം പെറ്റമ്മയുടെ വിരഹ ദുഃഖം പോലും, ഐ ഗിവ് ദ ക്രെഡിറ്റ് ടു ഡയറക്ടർ രഞ്ജിത്ത് ഹു കറക്റ്റഡ് മീ ഫോർ ദിസ് തിങ്. രഞ്ജിത്തിൻ്റെ അടുത്ത് ഞാൻ വാട്സപ്പിൽ അയച്ചു, അതൊന്ന് കറക്റ്റ് ചെയ്യുന്നു. അപ്പം പിന്നെ 2 മിനിറ്റുണ്ട്. സരസ്വതി നമ്മളെയൊക്കെ കൂടുതലുണ്ട്. അപ്പം ആ അത് എഴുതിയിട്ട് പെട്ടെന്ന് പെറ്റമ്മയുടെ വിരഹ ദുഃഖം പോലും ഒരിട്ട് കണ്ണീരിലടക്കി ഹവൽദാർ ഹരീന്ദ്രനെ പോലുള്ളവർ ഈ മലമുകളിൽ എന്നും കാണും. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതി, അവർ ഓടിയെത്തും. ജയ്ഹിന്ദ് എന്നുള്ള ലാസർ പറയുന്നത് അത് വരയ്ക്കും ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ റോളിംഗ് ടൈറ്റിൽ വരുമ്പോഴാണ് പതുക്കെ എഴുന്നേക്കുന്നത്. എഴുന്നേക്കണോ വേണോ പോണോ,
അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ്. കാരണം ടിൽ എൻഡ് ദേ അബ്സോർബ്ഡ് ആൻഡ് എൻജോയ്ഡ് ഈച്ച് ബിറ്റ് ഓഫ് ഇറ്റ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു പടം ഹിറ്റാവുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ വി ഫീൽ റിയലി ത്രിൽഡ്. ബട്ട് ദെൻ നെക്സ്റ്റ് പടമാണ് പിന്നെ പ്രശ്നം. ആ ടെൻഷൻ അത് ഞാൻ കീർത്തിചക്ര തൊട്ടിട്ട് അനുഭവിച്ചുകൊണ്ട് വരുന്ന ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ കീർത്തിചക്രയും Picket 43 ആയിരിക്കും പേരിൽ വരുന്നത്, അതുകൊണ്ടല്ലോ. അപ്പോൾ ഇനി എനിക്കൊരു 4 വർഷം സർവൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ മീഡിയയുടെ വാല്യൂസ് അറിയുന്നത്. അറ്റ് ദ സെയിം ടൈം ഐ ഓൾവേസ് ടെൽ ദ മീഡിയ, ജെന്യുവൻ ആയിട്ടുള്ള മീഡിയാസ് ഒരിക്കലും കേൾക്കാത്ത ന്യൂസ് പ്രചരിപ്പിക്കില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചത് കഴിഞ്ഞ മാസം ഈ .com എന്നും പറഞ്ഞിട്ട് കുറഞ്ഞ ഇറങ്ങിയിട്ട് അവർ വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ട് മേജർ രവി അത് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നല്ല വേല ഞാൻ ഇത് പറഞ്ഞു എന്നായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടിരിക്കുന്ന ഒരു 15 ലക്ഷം ഞാൻ ഇവിടുന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അത് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു .com കാരണം 15 ലക്ഷം അവരൊരു 15 കോടിയാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് 150 കോടി ആവുന്നതിന് മുന്നേ ഞാനൊന്ന് സൈബറിൽ കംപ്ലൈൻറ്റ് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ സംഭവം കംപ്ലൈൻറ്റ് കൊടുത്തത്. അതർവൈസ് അവിടെ ലെഫ്റ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇതിൽ നിങ്ങളെപ്പോലുള്ളവരോട് ഞാൻ പറയുന്നത് ജെന്യുവൻ ആയിട്ടുള്ള ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനലുകൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊക്കെ ആണെങ്കിൽ എന്നെ വിളിക്കും, ചെറുങ്ങനെ ഒന്ന് കേട്ടു, ഇസ് ഇറ്റ് ട്രൂ? ഇത് വിളിക്കൂല, നമ്മളോട്ട് പറഞ്ഞതിൻ്റെ റെക്കോർഡും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആ 2-3 ദിവസം നമ്മൾ പോകുന്നൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ, അത് നോബഡി ക്യാൻ കോമ്പൻസേറ്റ് ഫോർ ദാറ്റ്. Sometimes we feel that who is doing it? Why is he doing it? Negative minds. They want to generate the negative energy. So, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കണം. Will he do that? No. First let us neglect it. പിന്നീട് അത് കറക്റ്റായിട്ട് പ്രൂവ് ആയിട്ടൊക്കെ വന്ന് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിന് പ്രൂഫ് ഉണ്ടാവും. ഇത് വെറുതെ ഒരു .com അടിച്ചിട്ട് അതിങ്ങനെ വാട്സപ്പിൽ പോകുന്നു, മറ്റൊരു ഇപ്പം എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു സ്വിച്ച് അങ്ങ് അമർത്തി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകും. സോ ഇറ്റ്സ് വെരി പെയിൻഫുൾ. സോ അതിന് ഞാൻ അതും പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മുടെ സപ്പോർട്ട്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ടു യു ഓൾ ഫോർ ടേക്കിംഗ് ദാറ്റ് ഫിലിം ഇൻ യുവർ ഹാർട്ട്. സാർ ഇപ്പോൾ പറഞ്ഞു ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും സാറിന്റെ മൂവി തന്നെ പ്രൂവ് ചെയ്തു ഹ്യൂമാനിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. ബിക്കോസ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വേദനിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നടക്കുന്ന ഒരാൾ. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു പാർട്ടിയുടെ മുകളിൽ ഞാൻ ഏത് പാർട്ടിക്കാരെ വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ചില പാർട്ടിക്കാർക്ക് ഒരു തോന്നൽ ഞാൻ മറ്റേ ആൾക്കാരാണോ എന്നുള്ളത്. ഓക്കെ, ലെറ്റ് യു തിങ്ക് വാട്ട്സ് എവർ യു ഫീൽ ലൈക്ക്, ബട്ട് ഐ ആം ഫോർ ദ പബ്ലിക്. അതിനകത്ത് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകാതൊന്നുമല്ല. ഞാൻ പല ചാരിറ്റീസും ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് ടെൽ എനിബഡി. എനിക്ക് തോന്നുന്നവർക്ക് ഞാൻ സഹായം ചെയ്തു. അത് എൻ്റെ മനസ്സാക്ഷി പറയുന്നു. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. ബട്ട് ദെൻ നിങ്ങളുടെ നെഗറ്റീവ് ഇത് വരുന്ന സമയത്ത് നമ്മൾ 2 ദിവസം തളർത്തും. ബട്ട് ദെൻ നൗ ഐ നോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ബോദർ. അപ്പം ഞാൻ നന്നായി അത് ഇങ്ങനെ 2 കോൺട്രവേഴ്സി വന്നത് ഇങ്ങനെയും ചെയ്യാം ഇവർക്ക് അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ not bothered now. At the end of the day it's your work who speaks. അതാണ് Picket 43 കാണിച്ചു കൊടുത്തത്. Definitely. എല്ലാവരും കണ്ടിട്ട് അതാ പറഞ്ഞു, നിങ്ങളൊരു മനുഷ്യനെ കുറിച്ചാണോ, നിങ്ങളുടെ ചിന്താഗതിയുള്ള മനുഷ്യനെ കുറിച്ചാണോ ഇത് പറഞ്ഞെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൾസ് കൂടുതൽ വരാൻ തുടങ്ങി. അതാരായി വിളിക്കുന്നത്? They don't want to say sorry, but they are saying that. We know that. And I really take them along. I think it's okay. Misunderstanding can happen anywhere. So it's not a problem. Take care of it. I'm very happy now. ഈ മൂവി ഒരു സക്സസ് ആവണമായിരുന്നു ഡെഫിനറ്റ്ലി. ബിക്കോസ് അത്രയും ഹാർഡ് വർക്കാണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു ടെക്നീഷ്യൻ ആയാലും, ബിക്കോസ് അത്രയും ഒരു ഹാർഡ് ക്ലൈമറ്റിൽ, ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഇത്രയും ഒരു ഹാർഡ് ക്ലൈമറ്റിൽ ഒരു ഹാർഡ് ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. ദിസ് വാസ് മൈ മാക്സിമം. പൃഥ്വിരാജ് വന്നതും പ്രീ കൺസീവ് ഐഡിയ ആയിട്ടാണ്. ഈ മേജർ രവി ഭയങ്കര കുഴപ്പക്കാരനാണ്, ഞാനും പോകുന്നത് പൃഥ്വിരാജ് ഭയങ്കര കുഴപ്പക്കാരാണ്, ഇപ്പോൾ 2 കൂടിയിട്ട് എന്തായിരിക്കും മഞ്ഞുമലം മുകളിൽ എന്നുള്ള ടെൻഷനിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ. ഞങ്ങളൊരു ഐസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ 7 മണി എന്ന് പറഞ്ഞപ്പം 6:55 വന്നിരിക്കുന്നു. അപ്പം ഞാൻ വിളിച്ചു, ഇത് ഇപ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ആ സമയം ചോദിച്ചിട്ടില്ല, സമയത്തിന് വന്നിരിക്കുന്നു, പ്രശ്നമില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ ദിവസം നോക്കുന്ന ഓക്കെ രാജു നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ആ 2 മൊബൈൽ ഫോൺ എടുത്തിട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന കണ്ടപ്പം ഇത് ആൾക്കാർ തൊള്ളേതൊന്നും പറയില്ല, ഈ മനുഷ്യൻ കൊണ്ട് എന്താ പ്രശ്നം എന്ന് നോക്കി. സീൻ എടുത്ത് വായിക്കുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ഡിസ്കഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ രാജു ഈസ് ഇൻ ടു ദ ക്യാരക്ടർ. ഇതേപോലെ തന്നെ രാജു നോക്കുന്ന സമയത്ത് 2 ദിവസത്തിൽ ഒരു പ്രശ്നവും കാണുന്നില്ല ഈ മേജർ രവിയെ കൊണ്ട്. ഒന്നാമത്തെ തണുത്തുകൊണ്ടായിരിക്കും എൻ്റെ ടെമ്പറും തണുത്തിട്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇതാണ് പറഞ്ഞത്, ചില മീഡിയാസ്, ചില ന്യൂസുകൾ പലരെക്കുറിച്ചും തെറ്റിദ്ധാരണ പബ്ലിക്കിലുണ്ടാക്കും. ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ അറിയുന്ന സമയത്ത് ഐ സെഡ് സോറി ടു ഹിം. And he also said sorry to me. Because he said, ചേട്ടനെ കുറിച്ചും കേട്ടെല്ലാം ഭയങ്കര കുഴപ്പമായിരുന്നു.
ഞാൻ പോലെ നിന്നെക്കുറിച്ച് കേട്ട് ഭയങ്കര എനിവേ ഐ എം സോറി ഡാ. ഞങ്ങൾ പിന്നെ ദെൻ വി ആർ ഡിഫറെൻറ്റ്. ദെൻ വി റിയലി വർക്ക്ഡ് ഹാർഡ്. അല്ലെങ്കിൽ 22 ദിവസത്തിൽ ഈ പടം തീർക്കാൻ പറ്റും ആർട്ടിസ്റ്റിൻ്റെ കോപ്പറേഷൻ ഇല്ലെങ്കിൽ. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഡെഡിക്കേഷൻ ഓഫ് ദാറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഐ സല്യൂട്ട് ദാറ്റ് ഗായ്. മിലിറ്ററി സ്കൂൾ ജൂനിയറാണ് എങ്കിലും ലാസ്റ്റ് ഞാൻ രഞ്ജിപ്പണിക്കരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജിനെ. സോ ഹി ഡിസേർവ്സ് ദാറ്റ് സല്യൂട്ട് ഫോർ ദാറ്റ്. ആൻഡ് ഓൾ ദ ക്രൂ, എൻറ്റയർ ക്രൂ മീൻസ് ലൈറ്റ്മാൻ തൊട്ടിട്ട് എല്ലാവരെയും സല്യൂട്ട് അടിക്കണം. അതിലൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ളൊരു ടെമ്പറേച്ചറിൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ചെരുപ്പിട്ട് നടന്നിരുന്ന ആൾ സ്നോ ഷൂസ് ഇട്ടിട്ട് നടന്നിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ we have to salute all of them. It's a great support of my unit. ഈ മൂവിയിൽ ഈ ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സാറിന്റെ ഇതുവരെയുള്ള മൂവീസിലുള്ള ഒരു മിലിറ്ററി ഓഫീസർ പോലെയല്ല. അവരെല്ലാവരും ഭയങ്കര പേട്രിയോട്ടിക്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ നമ്മുടെ ഒരു ഐഡിയൽ മിലിറ്ററി ഓഫീസർ ഇത് കുറച്ച് പേടിച്ച് അത് ആക്ച്വലി ഗീവ് ദ ക്രെഡിറ്റ് ടു പൃഥ്വിരാജ്. ബിക്കോസ് എൻ്റെ സ്റ്റോറിയിൽ ഞാൻ ആദ്യം എഴുതിയിരുന്നത് ഇതൊരു വീരശൂരൻ പാകിസ്ഥാനിൽ പേടിത്തൊന്നു. രാജുവാണ് പറഞ്ഞത് ഇല്ല ചേട്ടാ നമുക്കിതൊന്ന് റിവേഴ്സ് അടിക്കാമെന്ന്. And that suggestion I thought for 5 minutes and I said, that's a fantastic idea. I said, Raju accepted it. See, അതങ്ങനെയാണ് ഒരു സിനിമ നന്നായിട്ട് വരുന്നത്. ഞാൻ എഴുതിയത് തന്നെയാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാക്കില്ല. അതിനകത്ത് ആ ആർട്ടിസ്റ്റ് ഹി ഹാസ് ഡൺ അബൌട്ട് 80-90 ഫിലിംസ്. ഹി ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്. എൻ്റെ എക്സ്പീരിയൻസ് അത്രയും ഉണ്ടാവില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലും മമ്മൂട്ടിനെയും ഞാൻ കാണിച്ചിരിക്കുന്ന അത്രയും ഹീറോസ് ആയിട്ട്. അപ്പോൾ എൻ്റെ ഹീറോ എപ്പോഴും ഹീറോ ആയിരിക്കും. അതാണ് രാജു ബ്രേക്ക് ചെയ്തത്. ഈ ഒരു മൂവിയുടെ തന്നെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ് പോലെ. അവിടെ അവൻ കരഞ്ഞുകൊണ്ടാണ്. കാരണം അവൻ കരയുന്ന എന്താണ്, എനിക്കിനി എൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല, എനിക്കിനി എൻ്റെ ബക്കാടീനെ കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ആ കരച്ചിൽ രാജുവിൻ്റെ. തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ബക്കാടിയോട് പറയും യാത്ര പറയുകയാണ് അവൻ. എന്ത് സംഭവിച്ചാലും നീ ഓർഡറും ബേസ് ക്യാമ്പ് പറയും. യാത്ര അയച്ചു. അത് കഴിഞ്ഞിട്ട് മുഷഫിനെ തെറിവിളിക്കാനെല്ലാം തെറിവിളിച്ചു. പിന്നെയാണ് അവൻ തീരുമാനം എടുത്തത്, ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഇനി തീരുമാനിച്ചു ഹവൽദാർ ഹരീന്ദ്രൻ ജീവനോടുള്ളിടത്തോളം കാലം ഇന്ത്യയുടെ മണ്ണിലൊറ്റൊരുത്തനും കാലെടുത്ത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇസ് ചേഞ്ച്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏതൊരുത്തനും ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്യാരക്ടർ കൂടെ രാജു കൊണ്ടെന്ന് കാണിച്ചിരിക്കുന്നത്. ഈ മൂവിയിൽ ആദ്യമായിട്ടാണ് ഒരു മിലിറ്റൻസി എന്നുള്ളൊരു അത് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ആ ഒരു മിലിറ്റൻസി എന്തുകൊണ്ട് ഞാൻ അവരുടെ മുഖമൊന്നും കാണിച്ചിട്ടില്ല. അതൊരു മുഖമില്ലാത്ത ഒരു പ്രത്യേക ഗ്രൂപ്പ്, അതിനകത്തൊരു വില്ലനൊന്നുമില്ല. അപ്പോൾ ആ മിലിറ്റൻസി ജനറലായിട്ട് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ കയറി വിടുന്നുണ്ടതല്ല, പക്ഷെ അവന് പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നമില്ല. ബട്ട് ദെൻ that is a group of negative forces in this society. That should be shown like that. അതാണ് ഫേസ് ടു ഫേസ് ഫൈറ്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഒന്നേ കിട്ടി രാജു അവനെ വിടാൻ തീരുമാനിച്ചാണ്. അപ്പോഴാണ് നമ്മൾ വിട്ടാൽ ഞാൻ കാശ്മീരിൽ പോകപ്പെട്ടാകും. പിന്നെ അവനെ കൊല്ലില്ല എന്ത് ചെയ്യും? അസോ ഒരു സാധാരണക്കാരനായ പട്ടാളക്കാരൻ്റെ റെവല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. That Raju has done it wonderfully. ഇനിയും ഡെഫിനറ്റ്ലി സാറിന്റെ ഇതുവരെയുള്ള മൂവീസിന്റെ എല്ലാ റെക്കോർഡ് തകർക്കുന്ന ഉറപ്പാണ് ഈ മൂവി. അതല്ലേ പറഞ്ഞത്, ഇതൊരു ചാലഞ്ചായി. അപ്പോൾ ഇനി ഐ ഷുഡ് ബി കെയർഫുൾ. നെക്സ്റ്റ് ഫിലിം വാട്ട് വി ആർ ഡൂയിങ് ഈസ് വിത്ത് മോഹൻലാൽ. അതൊരു ടോട്ടൽ ഫാമിലി സബ്ജക്റ്റാണ്. ഇനി മേജർ രവിക്ക് എന്ത്, കാരണം പട്ടാളപ്പടങ്ങളിൽ നിന്ന് തന്നെ ഞാൻ വേറെ ഇത് കാണിച്ചപ്പം ഇനി ലാലൻ്റെ അടുത്ത് ആണ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റ് ചെയ്യാം. ആൻഡ് വി ഗോട്ട് എ ഫാന്റാസ്റ്റിക് സബ്ജക്റ്റ്, നോട്ട് റിവീലിംഗ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ വേറൊരു റേഞ്ചാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ത്രില്ലർ. സോ ഐ തിങ്ക് ഐ നീഡ് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ദിസ് തിങ്. വി വിൽ ഡു സംതിങ് ഗുഡ് ലൈക്ക് ദിസ്. ടൈം എടുത്തിട്ടാണെങ്കിലും ലേറ്റ് ആവന്നാലും രജനികാന്ത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരാം, അത് നോക്കാതെ. ഐ നീഡ് all your supports. The audience is always with you, sir. Thank you so much for this audience also. Why? Because you are my support, you are my strength, and I'll do anything for you. It was great to have you on our show, sir. And sir, in the movie കുറിച്ച് ഇത്രയും കേൾക്കാൻ പറ്റിയത്, it is definitely our honor. So thank you so much once again. Thank you so much, and thank you for everybody. Jai Hind.